അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്. പിന്നെ കാശിനാഥൻ എന്നൊരു പേര് നായകനിടുന്നതിൽ ചിലരെങ്കിലും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എനിക്കും ആ പേരിടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പേരിന് മാത്രം അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ പേര് പിന്നെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കാശിനാഥൻ ഫാൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഞാനൊന്നുമില്ല ആ മണിക്കുട്ടിയിൽ. അതിൽ കയറുമ്പോഴുള്ള അയാളുടെ തട്ടലും മുട്ടലും ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. തുമ്പി ദേഷ്യത്തോടെ പറഞ്ഞു. ആ, ഇതിപ്പോൾ നല്ല കഥ. മണിക്കുട്ടി ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 9:30 ഉള്ളൂ അടുത്ത ബസ്. അതിൽ വലിഞ്ഞു കയറി കോളേജ് പിടിക്കുമ്പോഴേക്കും ഒരു നേരമായി കാണും. കാവേരിയാ പറഞ്ഞത് നേരാ. ആദ്യത്തെ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നേരം എടുക്കും രണ്ടാമത്തെ ബസ് വരാൻ. അപ്പോഴേക്കും കോളേജിൽ ആദ്യത്തെ ക്ലാസ് കഴിയും. സ്ഥിരം പോകുന്ന മണിക്കുട്ടി ബസ്സിൽ ഒരു കിളിയുണ്ട്. കിളി എന്ന് പറയുന്നതിലും നല്ലത് കോഴി എന്ന് പറയുന്നതായിരിക്കും. വെറും കോഴിയല്ല, നല്ല അസൽ കാട്ടുകോഴി. 32 പല്ലും ഇളിച്ചുകൊണ്ട് അയാളുടെ ഒരു നിൽപ്പുണ്ട്. തൊടലും പിടിക്കലും വേറെ. പ്രായമായവരെ തുടങ്ങി കോളേജ് പിള്ളേരെ അടക്കം വെറുതെ വിടില്ല. നാറി. തുമ്പി ഉള്ളിലോർത്തുപോയി. കാവേരിയും തുമ്പിയും അപ്പോഴേക്കും നടന്ന് ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നു. ദൂരെ നിന്ന് ബസ് വരുന്നത് അവർക്ക് കാണാം. ഇന്നും പതിവ് മുടക്കാതെ മുഖത്തൊട്ടിച്ചു വെച്ച വഷളൻ ചിരിയുമായി ചന്ദ്രൻ ആ ബസ്സിൽ തന്നെയുണ്ട്. അയാളുടെ ദേഹം മൊത്തം ഒഴിഞ്ഞുള്ള ചിരി കാണുമ്പോൾ തന്നെ കണ്ണു കുത്തിപ്പൊട്ടിക്കാൻ തോന്നും തുമ്പിക്ക്. പിന്നെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ജയിലിൽ കിടക്കാൻ വയ്യാത്തത് കൊണ്ട് ആ സാഹസത്തിന് പിന്നെ തുമ്പി മുതിരുന്നില്ല എന്നേ ഉള്ളൂ. അന്നും പതിവ് പോലെ ചന്ദ്രൻ്റെ കൈ അകലത്തിൽ നിന്ന് മാറിയാണ് തുമ്പിയും കാവേരിയും നിന്നത്. പക്ഷെ ബസ്സിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. ചന്ദ്രൻ്റെ മുന്നിലെ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആവോളം അയാൾ തൊട്ടൊഴിയുന്നുണ്ട്. ആ കുട്ടിയുടെ മുഖത്ത് അനിഷ്ടം പ്രകടമാവുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കാര്യമാക്കുന്നില്ല. തുമ്പിക്കെന്തോ അത് കണ്ടു നിൽക്കാൻ ഏറെ നേരം പറ്റിയില്ല. ഡോ, തനിങ്ങ് വന്നേ. തുമ്പി അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി. അത് കാണെ ചന്ദ്രൻ തുമ്പിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ചു. അച്ഛൻ്റെ പ്രായമുണ്ടല്ലോടോ നാറിക്ക്, നന്നായിക്കൂടെ എന്ന് അവൾ ചോദിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി കിട്ടിയത് പുഴു അരിക്കും മട്ടിൽ ഒരു ചിരിയാണ്. അന്ന് കോളേജ് ഗേറ്റിനരികിൽ ബസ് നിർത്തിയപ്പോൾ ചന്ദ്രൻ്റെ കൈ തുമ്പിയുടെ ദേഹത്തും ഒന്ന് തൊട്ട് തലോടിപ്പോയി. തുമ്പി വെറുപ്പോടെ തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചന്ദ്രൻ ആ ബസ്സിലേക്ക് കയറിയിരുന്നു. തൊട്ടടുത്ത നിമിഷം ആരോ ഒരാൾ തുമ്പിയെയും മറികടന്ന് അടഞ്ഞുകിടക്കുന്ന ബസ്സിൻ്റെ ഡോറിലൂടെ ചന്ദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അയാളെ താഴേക്കിട്ടിരുന്നു. റോഡിലേക്ക് അപ്രതീക്ഷിതമായി കമഴ്ന്നടിച്ചു വീണ ചന്ദ്രൻ ഉറക്കെ കരഞ്ഞുപോയി. തുമ്പിയും കാവേരിയും നോക്കി നിൽക്കെ പുറകിൽ നിന്നൊരുവൻ മുമ്പിലോട്ട് കയറി വന്നു. ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഒരു മുഖം. പക്ഷെ അവൻ്റെ ആ നോട്ടം, ആ ഭാവം, അതിലേക്ക് നോക്കി കണ്ണുകൾ ചിമ്മാതെ തുമ്പി നിന്നുപോയി. ഗരുഡൻ കണ്ണുകളാണ് അവന്. ഒത്ത പൊക്കവും അതിനൊത്ത വണ്ണവുമായി ഒരുവൻ. താഴെ കിടന്നിരുന്ന ചന്ദ്രനെ പുഷ്പം പോലെയല്ലേ അവൻ പൊക്കിയെടുത്തത്. എന്നിട്ട് മുഖം അടച്ച് 4-5 എണ്ണം കൂടെ കൊടുത്തു. ആ അടിയിലും ഇടിയിലും ചന്ദ്രൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടിക്കാണുമെന്ന് തുമ്പി അങ്ങ് ഉറപ്പിച്ചു. അജാതി അടിയല്ലായിരുന്നോ? ഇനി മേലാൽ ഈ കൈ വെച്ച് പെൺകുട്ടികളുടെ ദേഹത്ത് തൊട്ടാൽ. അടുത്ത അടിയും കൂടെ പൊട്ടിച്ചുകൊണ്ടവൻ ചന്ദ്രനെ നോക്കി ചീറവേ തുമ്പിക്ക് നീട്ടിയൊരു വിസിലങ്ങ് അടിക്കാനാണ് തോന്നിയത്. പക്ഷെ തുമ്പി സ്വയം നിയന്ത്രിച്ചു കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഉള്ള ഒരാഴ്ച കാലം ചന്ദ്രൻ്റെ പൊടി പോലും ആ ബസ്സിലുണ്ടായിട്ടില്ല. തൻ്റെ പെങ്ങളെ തൊട്ടതിനാണ് ചന്ദ്രനെ പിടിച്ച് അയാൾ എയറിൽ കയറ്റിയതെന്ന് ബസ്സിലെ ആകാശവാണിയായ കൽപ്പന ചേച്ചി വഴി തുമ്പി അറിഞ്ഞു. എന്നാൽ തുമ്പിക്കാണെങ്കിൽ ആ മനുഷ്യനെ ഒട്ടും അങ്ങ് മറക്കാനും വയ്യ. അന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയതാണ് തുമ്പി ആ മനുഷ്യനെ. കണ്ടുകിട്ടണ്ടേ? അയാളെ കണ്ടുകിട്ടിയിട്ട് നിനക്കെന്തിനാ എന്ന് കാവേരി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. കണ്ടുകിട്ടിയ ഒരു ഐ ലവ് യു പറയാൻ വേണ്ടിയായിരുന്നു എന്ന് തുമ്പിയും വെച്ചങ്ങ് കാച്ചും. അങ്ങനെ ഇരിക്കെ തുമ്പിക്കും കാവേരിക്കും കോളേജിൽ ഒപ്പം പോവാനും വരാനും പുതിയൊരു കൂട്ടുകാരിയെ കൂടെ കിട്ടി. കീർത്തു എന്ന കീർത്തന. അവരുടെ അച്ഛന് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നതാണ്. തുമ്പിയുടെ വീടിൻ്റെ തൊട്ടപ്പുറമാണ് വീട്ടിലാണ് അവൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്.
വന്നിട്ടിപ്പോൾ 1-2 ആഴ്ച ആയെങ്കിലും ഇപ്പോഴാണ് അവർ കൂട്ടായത്. അവിടെ നിന്നങ്ങോട്ട് മൂന്നും പിന്നെ ഒരുമിച്ചായി വരവും പോക്കുമെല്ലാം. കീർത്തുവിൻ്റെ അച്ഛനോടും അമ്മയോടുമെല്ലാം പെട്ടെന്ന് തന്നെ തുമ്പിയും കൂട്ടായി. ആൾക്കൊരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞു കേട്ടെങ്കിലും ആളെ ഇതുവരെ തുമ്പി നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ കീർത്തുവും തുമ്പിയും കാവേരിയും കൂടെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കത്തിവെച്ച് നിൽക്കുമ്പോഴാണ് ബസ് വരുന്നത്. പതിവിന് വിപരീതമായി അന്ന ബസ്സിൽ ചന്ദ്രനുമുണ്ട്. പക്ഷെ ചന്ദ്രൻ്റെ നിൽപ്പിലും ഭാവത്തിലും എല്ലാം നല്ല വ്യത്യാസമുണ്ട്. ആകെ അങ്ങ് ഒതുങ്ങിയ പോലെ. ഒതുങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ അടിയല്ലേ അന്ന് കിട്ടിയത്. കീർത്തുവിനെ കണ്ടപ്പോൾ ചന്ദ്രന് ആകെ ഒരു അസ്വസ്ഥത. ഭയം തന്നെയാണ് ആ വൃത്തികെട്ട മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്നത്. കീർത്തു ആണെങ്കിൽ അയാളെ കഷ്ടപ്പെട്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് തുമ്പി ചോദിച്ചു. ഉണ്ടോ എന്നോ? 2-3 ആഴ്ച മുന്നേ എന്നെ ഒന്ന് തോണ്ടി വിട്ടായിരുന്നു ഇങ്ങേര്. അത് അയാളുടെ സ്ഥിരം പരിപാടിയാ, തുമ്പി പറഞ്ഞു. ആ സ്ഥിരം പരിപാടിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അങ്ങേര് ഓർത്തില്ല എൻ്റെ വീട്ടിലൊരു ഇടിവണ്ടി ഇരിപ്പുണ്ടെന്ന്. കീർത്തു പുച്ഛത്തോടെ പറഞ്ഞു. ഇടിവണ്ടിയോ? കാർത്തു തുമ്പി നെറ്റി ചുളിച്ചു. അതെ, ഇടിവണ്ടി. എൻ്റെ ആങ്ങള ചേട്ടൻ തല്ലി ഒടിച്ച് വിട്ടതാ ഇങ്ങേരെ അന്ന്. അപ്പോൾ അന്ന് കോളേജിന് മുമ്പായിട്ട് ഇയാളെ തല്ലിയത് നിന്റെ ചേട്ടനാണോ? തുമ്പിയും കാവേരിയും ഒരുപോലെ വായും പൊളിച്ച് നിന്ന് ചോദിച്ചു പോയി. അതെ, എന്താ? കീർത്തു അവരുടെ അതിശയഭാവം കണ്ട് നെറ്റി ചുളിച്ചു. അതൊന്നുമില്ല, നല്ല ഉഗ്ര അടിയായിരുന്നു എന്ന് പറയുമായിരുന്നു, തുമ്പി പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു. SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന മുതലാ, അപ്പോൾ അടിക്കൊട്ടും കനം കുറയില്ലല്ലോ. കീർത്തുവിന് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം. വീടിൻ്റെ അടുത്ത് സ്വർണം വെച്ചിട്ട് എന്തിനാ നീ നാട്ടിൽ തേടി നടന്നിരുന്നത്? കാവേരി തുമ്പിയെ നോക്കി സ്വകാര്യം ചോദിച്ചു. അതിനെനിക്കറിയാവോ അങ്ങേര് ഇവളുടെ ചേട്ടനാണെന്ന്, തുമ്പി നെടുവീർപ്പിട്ടു. അപ്പം എങ്ങനെയാ ഇനി കാര്യങ്ങൾ? കാവേരി എടുത്തു ചോദിച്ചു. ഇനി എനിക്ക് ഊണില്ല, വിശ്രമമില്ല, ഉറക്കമില്ല. എൻ്റെ 2 കണ്ണും ഇനി ആ വീടിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. തുമ്പി ശബ്ദം എടുക്കവേ കാവേരി ചിരിച്ചുപോയി. തുമ്പി പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ. അന്നു മുതൽ തുമ്പി സ്ഥിരം ആ വീട് ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. എന്നിട്ടും ആ മഹാനെ മാത്രം കണ്ടുകിട്ടിയതുമില്ല. അന്നൊരു ദിവസം തുമ്പിയുടെ അമ്മ വൈകുന്നേരത്തെ ചായക്ക് നല്ല പരിപ്പ് വടയോ മറ്റോ ഉണ്ടാക്കിയിരുന്നു. അത് 5-6 എടുത്ത് പൊതിഞ്ഞെടുത്തുകൊണ്ട് കീർത്തുവിന് കൊടുക്കാൻ വേണ്ടി ഓടിയതാ തുമ്പി. 1-2 തവണ പുറത്തുനിന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. വാതിൽ പകുതി ചാടിയിട്ടേ ഉള്ളൂ. സ്ഥിരം അവിടുത്തെ കുറ്റിയായതുകൊണ്ട് എന്തോ അത് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അനുവാദമില്ലാതെ അകത്ത് കയറുന്നത് ഒരു തെറ്റാണെന്ന് തുമ്പിക്ക് തോന്നിയില്ല. പക്ഷെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുമില്ലായിരുന്നു. അകത്ത് ആരെയും കാണാത്തത് കൊണ്ട് തുമ്പി പതുക്കെ ഹാളിലേക്ക് നടന്നു. കയ്യിലിരുന്ന പരിപ്പ് വടയുടെ നല്ല മണം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. കീർത്തുവിന് കൊടുക്കാതെ ഒറ്റക്കങ്ങ് സാപ്പിട്ടാലോ എന്നവൾ ചിന്തിക്കുകയും ചെയ്തു. കീർത്തു, കീർത്തു, അമ്മേ, അച്ഛ, അവൾ ഓരോരുത്തരെയായി നീട്ടി വിളിച്ചു. പക്ഷെ മറുപടിയൊന്നും വന്നില്ല. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത്. അപ്പോൾ കക്ഷി മുകളിലാണല്ലേ. കീർത്തുവിൻ്റെ മുറി മുകളിലാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും വല്ല കടയിലും പോയതായിരിക്കും. തുമ്പി ഉള്ളിൽ കണക്കു കൂട്ടി. മറ്റൊന്നും ആലോചിക്കാതെ കയ്യിലെ പരിപ്പ് വടപ്പൊതിയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തുമ്പി പടികൾ ഓരോന്നായി കയറാൻ തുടങ്ങി. മനസ്സിൽ അപ്പോഴും ആ ഇടിവണ്ടി ആങ്ങളയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന ചിന്ത മാത്രമായിരുന്നു. തൊട്ടടുത്ത നിമിഷം മുകളിലത്തെ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം തുമ്പി കേട്ടു. കുളി കഴിഞ്ഞ് തലമുടിയിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് തുടച്ചുകൊണ്ട് കാശിനാഥൻ പുറത്തേക്കിറങ്ങി. അവൻ വെറും ഒരു ബാത്ത് ടവൽ മാത്രമാണ് ഇടുപ്പിൽ ചുറ്റിയിരുന്നത്. ജിമ്മിൽ പോയി ഉണ്ടാക്കിയെടുത്ത 6 പാക്കും വിരിഞ്ഞ നെഞ്ചും ഒതുങ്ങിയ അരക്കെട്ടുമെല്ലാമായി നനഞ്ഞു കിടക്കുന്ന ഒരു ആൺരൂപം. തുമ്പി അവസാനത്തെ പടിയും കയറി മുകളിലേക്ക് കാലെടുത്തു വെച്ചതും കാശി വലതുവശത്തെ ഇടനാഴിയിൽ നിന്ന് കോവണിപ്പടിയുടെ അടുത്തേക്ക് തിരിഞ്ഞതും ഒപ്പത്തിനൊപ്പമായിരുന്നു. പെട്ടെന്ന് മുന്നിൽ ഒരു പെൺകുട്ടിയെ കണ്ടതും കാശി ഞെട്ടി. അപ്രതീക്ഷിതമായി മുന്നിൽ ഒരു അർദ്ധനഗ്നരൂപം പ്രത്യക്ഷപ്പെട്ടതോടെ തുമ്പിയുടെ കണ്ണ് തള്ളി. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അയ്യോ അമ്മേ! പെട്ടെന്നുള്ള പരിഭ്രാന്തിയിൽ തുമ്പിയുടെ കാൽ പടിയിൽ തട്ടി വഴുതി. അവൾ പുറകോട്ട് മലർന്നടിച്ച് വീഴാൻ പോയി. കയ്യിലിരുന്ന പരിപ്പുവടപ്പൊതി വായുവിൽ ഉയർന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം കാശിയുടെ കൈകൾ മിന്നൽ വേഗത്തിൽ ചലിച്ചു.
അവൻ തുമ്പിയുടെ ഒതുങ്ങിയ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ശക്തമായി വലിച്ചടുപ്പിച്ചു. തുമ്പി നേരെ വന്ന് വീണത് കാശിയുടെ നനവാർന്ന വിരിഞ്ഞ നെഞ്ചിലേക്കായിരുന്നു. അവളുടെ 2 കൈകളും അറിയാതെ അവൻ്റെ നനഞ്ഞ തോളുകളിൽ മുറുകെ പിടിച്ചു. കാശിയുടെ ഒരു കൈ അവളുടെ അരയിലും മറുകൈ അവളുടെ തലയുടെ പുറകിലുമായി അവളെ താങ്ങി പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കോമഡിയുടെ മറുവശത്തെ ഭിത്തിയിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. തുമ്പിയുടെ ഹൃദയം പടപടാവെന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. കാശിയുടെ ശരീരത്തിലെ കുളിർമയും സോപ്പിൻ്റെ മണവും അവൻ്റെ നെഞ്ചിലെ ചൂടും എല്ലാം കൂടെ ആയപ്പോൾ തുമ്പിക്ക് ലോകം ഒന്നായി കറങ്ങുന്ന പോലെ തോന്നി. ദൈവമേ, ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞതല്ലേ ഞാൻ, അതിനിങ്ങനെയൊക്കെ കാണിക്കണോ? അവൾ ദൈവത്തോട് ചോദിച്ചുപോയി. അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഗരുഡൻ കണ്ണുകൾ. ആ കൺപീലികളിൽ കുഞ്ഞു ജലഗണങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് സെക്കൻഡുകൾ അവിടെ കടുത്ത നിശബ്ദത പടർന്നു. അപ്പോഴാണ് തുമ്പിക്ക് ബോധം വന്നത്. താൻ ഒരു പെണ്ണാണെന്ന കാര്യവും മുന്നിൽ നിൽക്കുന്നത് ഒരൊറ്റ പുരുഷനാണെന്ന കാര്യവും അവൾ ഓർത്തു. അതിലുപരി അവൻ വെറും ഒരു ടവൽ മാത്രമാണ് ഉടുത്തിരിക്കുന്നതെന്ന കാര്യം അവളുടെ തലച്ചോറിലേക്ക് കയറി. തുമ്പി പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്ന് കൈകളെടുത്ത് സ്വന്തം കൈകൾ കൊണ്ട് കണ്ണുകൾ രണ്ടും പൊത്തി. അവൾ അവൻ്റെ കൈകളിൽ നിന്നും കുതറി മാറി 2 പടികൾ താഴേക്ക് ഇറങ്ങി നിന്നു. ആരാടോ താൻ? എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നതാ? കാശി അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ കീർത്തുവിനെ കാണാൻ തുമ്പി വിക്കി. ഓ, അപ്പോൾ താനാണല്ലേ തുമ്പി? എന്തോ ഓർമ്മ വന്ന മട്ടിൽ കാശി ചോദിച്ചു. എന്നെ അറിയാവോ? തുമ്പിയുടെ കണ്ണിൽ അത്ഭുതം. ഓ, പിന്നെ അറിയാതെ. 24 മണിക്കൂറും ഇവിടെ തൻ്റെ പേരാ കേട്ടുകേൾവി. അതുകൊണ്ട് നന്നായി അറിയാം. കാശി പതിയൊന്ന് ചിരിച്ചു. എന്തൊരു ജയിലാണെന്നോ ആ ചിരി കാണാൻ. തുമ്പി ഓർത്തുപോയി. കീർത്തു ഇല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയി. ഇപ്പോൾ ഞാനും താനും മാത്രമേ ഇവിടെ ഉള്ളൂ, കാശി പതിയെ പറഞ്ഞു. തുമ്പി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ആ പറച്ചിലിൽ എന്തോ ഒരു വശപ്പിശക് പോലെ. തോന്നിയതായിരിക്കും. തുമ്പി തന്നെ സ്വയം തിരുത്തി. ഞാൻ പോകുന്നു, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തുമ്പി താഴേക്ക് ഓടുകയും ചെയ്തു. ആഹാ, നല്ല തുടക്കം. തുടക്കത്തിൽ തന്നെ റൊമാൻസാണല്ലോ തുമ്പി. കാവേരി തലേന്നത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. തുമ്പി പക്ഷേ മറ്റെന്തോ ചിന്തകളിലാണ്. എന്താ തുമ്പി മുഖത്തിനൊരു വാട്ടം? കാവേരി ചോദിച്ചു. അല്ലടി, അങ്ങേരെ നേരിട്ട് കാണാൻ നല്ല ചേല. ഇന്നലെ അല്ലേ ഇത്ര അടുത്ത് നിന്ന് കണ്ടേ. ആകെ മൊത്തം നോക്കുമ്പോൾ ഞാൻ അങ്ങേർക്ക് ജോഡിയാവുമോ എന്നൊരു തോന്നൽ. യു മീൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? കാവേരി എടുത്തു ചോദിച്ചു. യാ, അത് തന്നെ. എൻ്റെ തുമ്പി സുന്ദരിയല്ലേ? ആ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നീ ധൈര്യമായി വളച്ചോന്നേ. കാവേരി അവൾക്ക് വേണ്ട ആത്മവിശ്വാസം കൂടെ കൊടുത്തോടെ. തുമ്പി പിന്നെയും ഫുൾ ചാർജായി. കീർത്തുവിൻ്റെ വീട് ഇപ്പോൾ തുമ്പിയുടെ സ്വന്തം വീട് പോലെയായി മാറി. രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങുന്നത് മുതൽ വൈകുന്നേരം മടങ്ങിയെത്തുന്നത് വരെ അവളുടെ കണ്ണുകൾ ആ വീടിൻ്റെ ജനലഴികളിലും ഉമ്മറത്തുമായി ഉടക്കി നിൽക്കും. കാശിനാഥ് ഇതൊന്നും അറിയാത്ത ഭാവത്തിലാണ് നടപ്പ്. SI സെലക്ഷൻ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറെടുക്കുന്ന പുള്ളിക്ക് നാട്ടിലെ പെൺപിള്ളേരുടെ നോട്ടം പുത്തരിയല്ലെങ്കിലും തുമ്പിയുടെ നോട്ടവും ഭാവവും എല്ലാം അല്പം സ്പെഷ്യലാണെന്ന് പൂപ്പർക്ക് തോന്നിയിരുന്നു. ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുമ്പോൾ പത്രത്തിൻ്റെ മറവിലൂടെ, ബുള്ളറ്റ് തുടക്കുമ്പോൾ കണ്ണാടിയിലൂടെയൊക്കെ കാശി അവളെ ഒളിഞ്ഞു നോക്കാറുണ്ട്. തുമ്പ് മതിലിനപ്പുറത്ത് നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് തന്നെ നോക്കുന്നത് കാണുമ്പോൾ കാശിയുടെ ഉള്ളിൽ ചിരി പൊട്ടും. എങ്കിലും ഒരു കടുപ്പക്കാര SI ഭാവം മുഖത്ത് വരുത്തി പുള്ളിയെ ചിരി കടിച്ചമർത്തും. അങ്ങനെ ഇരിക്കെയാണ് ആ ദിവസം വന്നത്. അന്ന് പതിവിന് വിപരീതമായി കാവേരിക്ക് വയ്യാത്തതുകൊണ്ട് അവൾ കോളേജിൽ വന്നിരുന്നില്ല. വൈകുന്നേരം ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും കീർത്തുവിനെ അവളുടെ അച്ഛൻ വന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവൾക്ക് മറ്റെവിടെയോ പോകാനുണ്ടെന്ന്. തുമ്പി പൂർണ്ണമായി ഒറ്റപ്പെട്ടു. കോളേജ് ഗേറ്റ് കടന്ന് അവൾ മെയിൻ റോഡിലേക്ക് നടന്നു. ആകാശാകെ കറുത്തിരുണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കലിതുള്ളി പെയ്യാവുന്ന കരിമേഘങ്ങൾ ആകാശത്ത് തമ്പടിച്ചിരിക്കുന്നു. തണുത്ത കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ മണ്ണിൽ വീണ ആദ്യ മഴത്തുള്ളിയുടെ സുഗന്ധം പടർന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് പുറകിൽ നിന്ന് പരിചിതമായ ആ ശബ്ദം കേട്ടുന്നത്. പെട്ടത് കാശിയുടെ ബുള്ളറ്റ് അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു. കറുത്ത ലെതർ ജാക്കറ്റും ജീൻസും ധരിച്ച് ബുള്ളറ്റിലിരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ തുമ്പിയുടെ ഉള്ളൊന്ന് തുടിച്ചു. ആ ഗരുഡൻ കണ്ണുകൾ ഹെൽമറ്റിൻ്റെ ഗ്ലാസിനിടയിലൂടെ അവളെ തന്നെ നോക്കുകയാണ്. അസാധ്യ സൗന്ദര്യമായിരുന്നു അപ്പോൾ അവന്. കുറ്റിത്താടിയും പുരുഷത്വം തുളുമ്പുന്ന ആ ഭാവവും കണ്ടപ്പോൾ തുമ്പിയുടെ ശ്വാസം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. കയറിക്കോടോ. ഹെൽമറ്റിൻ്റെ ഗ്ലാസ് പൊക്കി കാശി പതിയെ ചിരിച്ചു. തുമ്പിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ജാള്യത തോന്നി.
എപ്പോഴും ദൂരെ നിന്ന് വാങ്ങി നോക്കുമെങ്കിലും ഇത്രയും അടുത്ത്, അതും വണ്ടിയിൽ ഒറ്റയ്ക്ക് അവനൊപ്പം കയറുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇത്തിരി ഭയവും നാണവും ഒരുമിച്ച് വന്നു. അത് സാരമില്ല, ഞാൻ ബസ്സിന് വന്നോളാം, തുമ്പി മടിച്ചുകൊണ്ട് പറഞ്ഞു. ബസ്സൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല, എന്തോ സമരമുണ്ടെന്ന്. നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ താഴെ നോക്കടോ, കാശി പിന്നെയും പറഞ്ഞു. ആ നിർബന്ധത്തിന് മുന്നിൽ തുമ്പിക്ക് മറുത്ത് പറയാൻ തോന്നിയില്ല. അവൾ പതുക്കെ ബുള്ളറ്റിൻ്റെ പുറകിലേക്ക് കയറി. സീറ്റിലിരുന്നെങ്കിലും അവൾ കാശിയിൽ നിന്നും അല്പം അകലം പാലിച്ചാണ് ഇരുന്നത്. കാശി വണ്ടി മുന്നോട്ടെടുത്തു. അപ്പോഴേക്കും പ്രകൃതി അതിൻ്റെ ഭാവം മാറ്റിയിരുന്നു. ആകാശം ഇരുണ്ടു കടുത്തു. പെട്ടെന്നാണ് കാറ്റ് കനത്തതും വലിയ മഴത്തുള്ളികൾ അവരുടെ മേലേക്ക് പതിക്കാൻ തുടങ്ങിയതും. വഴിയിലുള്ള മരങ്ങളും വയലുകളും ഒക്കെ ആ പേമാരിയിൽ മങ്ങി മറഞ്ഞു. കാറ്റിൻ്റെ വേഗത കൂടിയപ്പോൾ മഴത്തുള്ളികൾ തുമ്പിയുടെ മുഖത്ത് വന്ന് സൂചിമുനകൾ പോലെ തറച്ചു. മഴ കനത്തതോടെ അന്തരീക്ഷമാകെ പ്രണയാർദ്രമായി മാറി. ചുറ്റുമുള്ള ലോകം അപ്രതീക്ഷിതമായതുപോലെ ആ തണുപ്പിൽ തുമ്പി ആകെ വിറക്കാൻ തുടങ്ങി. വണ്ടിയുടെ വേഗത കാശി അല്പം കുറച്ചെങ്കിലും ആഞ്ഞടിക്കുന്ന മഴത്തുള്ളികൾ തുമ്പിക്ക് ബാലൻസ് കിട്ടാതെയായി. പെട്ടെന്ന് കാശി വണ്ടിയുടെ മിററിലൂടെ അവളെ നോക്കി. ഇങ്ങ് അടുത്തേക്ക് നീങ്ങി പിടിച്ചിരുന്നോ, വീഴേണ്ട. അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി കാശിയുടെ വിരിഞ്ഞ പുറത്തേക്ക് തൻ്റെ ശരീരം ചേർത്ത് വെച്ചു. അവളുടെ 2 കൈകളും അവൻ്റെ വയറിനു കുറുകെ പിടിച്ചു. ആ നിമിഷം തുമ്പിയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ ഒരു മഹാപ്രളയം തന്നെ ഉണ്ടായി. കാശിയുടെ ശരീരത്തിൻ്റെ ചൂടും അവൻ്റെ ജാക്കറ്റിൽ നിന്ന് ഉയരുന്ന പെർഫ്യൂമിൻ്റെ മണവും പെയ്യുന്ന മഴയുടെ തണുപ്പും എല്ലാം കൂടെ ആയപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. വണ്ടി മുന്നോട്ട് കുതിക്കുമ്പോഴും തുമ്പിയുടെ മനസ്സ് കാശിയിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. അവനോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ അടക്കാൻ പറ്റാത്ത വിധം അണപൊട്ടി ഒഴുകി. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ബോധം പോലും ആ പ്രണയാന്തരീക്ഷത്തിൽ തുമ്പിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവൾ പതുക്കെ മുഖമുയർത്തി ബുള്ളറ്റ് ഓടിക്കുന്ന കാശിയുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ അമർത്തി. അപ്രതീക്ഷിതമായി കഴുത്തിൽ പതിഞ്ഞ പ്രണയചുംബനം കാശിനാഥനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റെ സകല കൺട്രോളും ആ ഒരൊറ്റ സെക്കൻഡിൽ കാശിക്ക് നഷ്ടമായി. അവൻ്റെ കൈകൾ പെട്ടെന്നൊന്ന് വിറച്ചു. മഴവെള്ളം വീണ് വഴുതി കിടന്ന റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് വീണതും ബുള്ളറ്റിൻ്റെ പുറകിലെ ടയർ വശങ്ങളിലേക്ക് തെന്നി മാറി. ഒയ്യോ, തുമ്പി ഉറക്കെ നിലവിളിച്ചു. നിയന്ത്രണം വിട്ട ബുള്ളറ്റ് നേരെ റോഡിൻ്റെ സൈഡിലെ പുൽത്തകിടിലേക്ക് ചെരിഞ്ഞു വീണു. 2 പേരും വണ്ടിയോടൊപ്പം താഴേക്ക് വീണിരുന്നു. ഭാഗ്യത്തിന് പുല്ല് നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് വണ്ടിയുടെ വേഗത കുറവായതുകൊണ്ടും വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. എന്നാലും കാൽമുട്ടോ മറ്റോ നന്നായി ഉരഞ്ഞിട്ടുണ്ട്. തുമ്പി പുല്ലിലേക്ക് മലർന്നടിച്ച് വീണപ്പോൾ കാശി അവളുടെ മുകളിലേക്കാണ് വീണത്. ചെളിയിലും മഴവെള്ളത്തിലും കുതിർന്ന് 2 പേരും കിടക്കുകയാണ്. കാശിയുടെ മുഖം തുമ്പിയുടെ മുഖത്തിന് തൊട്ടടുത്തായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം മിന്നി മറഞ്ഞു. തുമ്പി പേടിയോടെ അതേസമയം തൻ്റെ കണ്ണുകൾ അടച്ചു പിടിച്ചു. താൻ ചെയ്ത അബദ്ധം ഓർത്ത് അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിയടക്കം. കാശി പതുക്കെ എഴുന്നേറ്റ് വണ്ടി നേരെയാക്കി നിർത്തി. എന്നിട്ട് തുമ്പിയെ നോക്കി. അവളുടെ വെപ്രാളം കണ്ടപ്പോൾ കാശിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. കാശി ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. ഒപ്പം തുമ്പിയും. അവൻ അവളുടെ വീടിൻ്റെ മുമ്പിൽ അവളെ ഇറക്കി കൊടുത്ത് തിരികെ തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴും അവളോടൊന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിക്കുക കൂടെ ചെയ്തില്ല. എന്നാലും നീ കാശിയേട്ടനെ വീഴ്ത്തും എന്ന് എപ്പോഴും പറഞ്ഞു നടക്കുമ്പോൾ ഇങ്ങനെ തള്ളിയിട്ട് വീഴ്ത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല കുരുപ്പേ. കാവേരി ചിരി കടിച്ചമർത്തിക്കൊണ്ട് തുമ്പിയെ നോക്കി. ശവത്തിൽ കുത്താതടി കുരുപ്പേ. തുമ്പി അവളെ നോക്കി കണ്ണുരുട്ടി. തുമ്പി പിന്നീട് ആ വീട്ടിലേക്ക് തന്നെ പോവാതെയായി. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാശിയെ കാണുമെങ്കിലും അവനൊന്ന് ചിരിക്കുക പോലും ചെയ്യില്ല, ഒന്നും മിണ്ടുക പോലും ചെയ്യില്ല. അതൊക്കെ കാണുമ്പോൾ തുമ്പിക്ക് സങ്കടമാവും. അവന് തന്നോട് ആ ഇഷ്ടം ഒരിക്കലും തോന്നാൻ പോകുന്നില്ല എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. അന്ന് കാശിനാഥൻ്റെ വീട്ടിൽ വലിയ തിരക്കായിരുന്നു. SI ട്രെയിനിങ്ങിനായി പിറ്റേന്ന് പുലർച്ചെ അവൻ ഹൈദരാബാദിലേക്ക് തിരിക്കുകയാണ്. കീർത്തവും അമ്മയും അച്ഛനും കാവേരിയുമെല്ലാം അവൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. പാക്കിങ്ങും ബഹളവുമായി വീട് സജീവമാണ്. എന്നാൽ കാശിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഉമ്മറത്തെ ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. മതിലിനപ്പുറത്തെ വീട്ടിൽ ഒരനക്കവുമില്ല. രാവിലെ മുതൽ അവൻ കാത്തിരിക്കുകയാണ് തൻ്റെ തുമ്പിയെ. പക്ഷെ തുമ്പിയുടെ പൊട്ടി പോലും അവിടെ കണ്ടില്ല. എന്താടാ കാശി, എന്തെങ്കിലും മറന്നു വെച്ചോ? അമ്മ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അമ്മ. കാശി ഒന്ന് മടിച്ചു നിന്നു. പിന്നെ പതിയെ ചോദിച്ചു, അല്ല, തുമ്പി ഇവിടെ എങ്ങും വന്നില്ലേ കീർത്തു? നീ അവളെ വിളിച്ചില്ലേ? ആ, ഞാൻ വിളിച്ചതാ ഏട്ടാ.
അവൾക്കെന്തോ സുഖമില്ലെന്ന് പറഞ്ഞു. കോളേജിലും വന്നിരുന്നില്ല. കീർത്തു പറഞ്ഞു. കാശിക്കുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അന്ന് വഴിയിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം അവൾ തന്നെ നേരിട്ട് കണ്ട ഒഴിഞ്ഞു മാറുകയാണെന്ന് അവനറിയാമായിരുന്നു. അതിനുശേഷം താൻ മനഃപൂർവ്വം കാണിച്ചുള്ള ഗൗരവം അവളെ ഇത്രമാത്രം വേദനിപ്പിച്ചു എന്ന് കാശി ഓർത്തതേയില്ല. താൻ പോകുമ്പോൾ യാത്ര പറയാൻ പോലും അവൾ വരില്ലേ എന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടവും പ്രണയവും ഒരുപോലെ ഇരച്ചു കയറി. രാത്രി വൈകി തുമ്പിയുടെ അമ്മ വീട്ടിൽ തിരിച്ചെത്തി. തുമ്പി അപ്പോഴും കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. എടി തുമ്പി, നീ അങ്ങോട്ട് ചെന്നതേയില്ലല്ലോ. കാശി നാളെ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങും. ഒന്ന് പോയി യാത്ര പറയേണ്ടതായിരുന്നു. അമ്മ സാധാരണ മട്ടിൽ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. അമ്മയുടെ വാക്കുകൾ കേട്ടതും തുമ്പിയുടെ ഉള്ളു പിടഞ്ഞു. കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി വിതുമ്പി. എനിക്കെങ്ങനെ വരാൻ പറ്റും അമ്മേ? അങ്ങേർക്ക് എന്നെ കണ്ടുകൂടാ. ഞാൻ ചെയ്തത് അബദ്ധമായിപ്പോയി. ഇനി എന്നെ നോക്കാതെ ഒഴിഞ്ഞു മാറിയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അവൾ ഉള്ളിൽ ഓർത്ത് കരഞ്ഞു. കണ്ണുനീരൊഴുക്കി ഹൃദയം തകർന്ന് ഒടുവിൽ എപ്പോഴോ അവൾ തളർന്നുറങ്ങിപ്പോയി. രാത്രി 2 മണി കഴിഞ്ഞു കാണും. ചുറ്റും കനത്ത നിശബ്ദത. പെട്ടെന്നാണ് തുമ്പിയുടെ മുറിയുടെ ജനലിൽ 3 നേർത്ത കുട്ടികൾ കേട്ടത്. തളർന്നുറങ്ങിയിരുന്ന തുമ്പി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കി. കനത്ത ഇരുട്ട്. വീണ്ടും ജനലിൽ മുട്ടുന്നത് കേട്ടു. അവൾ പേടിയോടെ എഴുന്നേറ്റ് പതുക്കെ ജനലിനടുത്തേക്ക് നടന്നു. ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കിയ തുമ്പിയുടെ ശ്വാസം നിലച്ചുപോയി. നിലാവെളിച്ചത്തിൽ ജനലിന് പുറത്ത് കാശിനാഥൻ. തുമ്പി വിറക്കുന്ന കൈകളോടെ അടുത്ത ജനലിൻ്റെ കൊളുത്തുകൂടെ തുറന്നു. കാശിയേട്ടൻ. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. എന്താ എന്താ ഈ സമയത്ത്? നേരം വെളുക്കുമ്പോൾ പോകേണ്ടതല്ലേ? കാശി ഒന്നും മിണ്ടിയില്ല. എന്താ? അവൾ ആ നോട്ടത്തിൽ പരിഭ്രമിച്ചു. ഇതൊന്ന് തുറക്ക്, എനിക്ക് അകത്തു വരണം. കാശി പറഞ്ഞപ്പോൾ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും അവൾ വാതിൽ തുറന്നു കൊടുത്തു. അപ്രതീക്ഷിതമായ അവൻ്റെ വേഗത്തിലുള്ള വരവിൽ തുമ്പി 2 ചുവട് പുറകോട്ട് വെച്ചു. എന്നാൽ അതിലും വേഗത്തിൽ കാശിയുടെ കൈകൾ ചലിച്ചു. അവൻ അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിലേക്ക് കൈകൾ ചുറ്റി ഒരൊറ്റ വലിക്ക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. എന്താണോ തൻ്റെ വിചാരം? താൻ നാടുവിട്ടു പോകുമ്പോൾ ഒന്ന് കാണാൻ പോലും തോന്നാത്ത അത്ര ദേഷ്യമാണ് എന്നോട്? കാശിയുടെ ശബ്ദത്തിൽ അധികാരവും പ്രണയവും കലർന്നിരുന്നു. അത് പിന്നെ കാശിയേട്ടനെ എന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ. അന്ന് ഞാൻ. തുമ്പി പേടിയോടെയും അവനെ നോക്കി വിതുമ്പി. അന്ന് നീ എന്താ ചെയ്തത്? ഇതാണോ ചെയ്തത്? ചോദിച്ചുകൊണ്ട് കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടുകളിൽ പതുക്കെ തലോടി. കാശിയുടെ ശരീരത്തിൽ നിന്ന് ഉയർന്ന പെർഫ്യൂമിൻ്റെ മണവും അവൻ്റെ നെഞ്ചിലെ അമിതമായ ചൂടും തുമ്പിയെ ആകെ ഉലച്ചു കളഞ്ഞു. അവളുടെ കൈകൾ അറിയാതെ അവൻ്റെ വിരിഞ്ഞ തോളുകളിൽ മുറുകെ പിടിച്ചു. കാശിയേട്ടാ, വേണ്ട. തുമ്പി വിലങ്ങനെ തലയാട്ടി. നിനക്ക് മാത്രം ചുംബിച്ചാൽ മതിയോ? കാശി കാതിൽ മന്ത്രിച്ചു. ആ ശബ്ദത്തിൽ ചൂടിൽ തുമ്പി കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത നിമിഷം കാശിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്നു. മൃദുവാർന്ന് എന്നാൽ അത്രമേൽ ആഴമേറിയ ഒരു ചുംബനമായിരുന്നു അത്. തുമ്പിയുടെ ശരീരം ആകെ വിറച്ചുപോയി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ കൂടുതൽ മുറുകി അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അവളുടെ ചുണ്ടുകളിലെ മധുരം അവൻ ആവോളം നുകർന്നു. ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധം ആ പ്രണയത്തിൻ്റെ ആഴത്തിൽ 2 പേരും അലിഞ്ഞു ചേർന്നു. ചുംബനം അവസാനിപ്പിച്ച് കാശി പതുക്കെ മുഖം മാറ്റി. തുമ്പിയുടെ കണ്ണുകളിൽ പ്രണയവും കാമവും കലർന്ന തിളക്കമുണ്ടായിരുന്നു. അവൾ ശ്വാസമെടുക്കാൻ പാടുപെടുകയായിരുന്നു. കാശിയുടെ കൈകൾ പതുക്കെ അവളുടെ കുർത്തയുടെ ഉള്ളിലൂടെ അവളുടെ നഗ്നമായ പുറത്തേക്ക് നീങ്ങി. അവൻ്റെ വിരലുകൾ അവളുടെ ചർമ്മത്തിൽ സ്പർശിച്ചപ്പോൾ തുമ്പിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ ഒന്ന് കുളിർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തി. ഞാൻ വരുന്നവരെ കാത്തിരിക്കില്ലേ? കാശിയുടെ സ്വരം ആർദ്രമായി. എത്ര നാൾ വേണമെങ്കിലും. തുമ്പി മറുപടിയും കൊടുത്തു. വെളുപ്പിന് 3 മണിയോടെ കാശി തുമ്പിയുടെ നെറ്റിയിൽ ആർദ്രമായി ഒരു ചുംബനം കൂടി നൽകി പുറത്തേക്ക് ഇറങ്ങി. ജനലഴികളിൽ പിടിച്ച് കാശിനാഥൻ പോകുന്നതും നോക്കി നിൽക്കുമ്പോൾ തുമ്പിയുടെ ചുണ്ടുകളിൽ പ്രണയത്തിൻ്റെ മധുരവും ഉള്ളിൽ വരാനിരിക്കുന്ന ഒരു കാത്തിരിപ്പിൻ്റെ സുഖവും ഉണ്ടായിരുന്നു. ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷമാണ് കാശിയും തുമ്പിയും ഇഷ്ടങ്ങൾ വീട്ടിൽ തുറന്നു പറഞ്ഞത്. ഇരുവീട്ടുകാർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കെങ്കേമമായി തന്നെ നടന്നു. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടം, പ്രകൃതി ഭംഗിയുടെ മൂർത്തീഭാവം, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പുഞ്ചനെൽപ്പാടങ്ങൾ കണ്ണിന് കുളിരേകുന്നുണ്ട്. കടലും കായലും അതിരിട്ട് തീരത്തോട് ചേർന്ന് ഭൂപടത്തിൽ മെലിഞ്ഞു നിൽക്കുന്ന കുട്ടനാട്. തുമ്പി ആ കാഴ്ചകളിൽ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ തുമ്പി പറഞ്ഞൊരാഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു യാത്ര.
ഇരുവരും ചേർന്ന് ഇപ്പോൾ ഒരു കുഞ്ഞു സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ്. അരികെ നിൽക്കുന്ന കാശിയുടെ ചുണ്ടിലുമുണ്ട് ആളെ മയക്കുന്നൊരു കള്ളച്ചിരി. നീലവാനം വീശിയെറിഞ്ഞ മഴയുടെ വലമണി കിലുക്കത്തിൽ ആയിരുന്നു അന്നേരം കുട്ടനാട്. ശ്രീമൂലം കായൽ ആളൊഴിഞ്ഞിട്ടും അതിനരികിൽ മാങ്കോമ്പ് കിഴക്കേ മഠം സ്വാമിയുടെ ഇല്ലം പ്രതാപിയായി തല ഉയർത്തി നിൽപ്പുണ്ട്. കുളിരുന്നുണ്ടോ? കാശി തുമ്പിയുടെ ചെവിക്കരികിൽ മുഖമടുപ്പിച്ചുകൊണ്ട് സ്വകാര്യം പോലെ ചോദിക്കുന്നുണ്ട്. കായലിൽ തട്ടി ഉയരുന്ന ചെറുകാറ്റിൽ അവൾ ഒന്ന് കുളിർന്നുകൊണ്ട് മറുപടി ഒന്നും പറയാതെ അവനിലേക്ക് ചേർന്ന് നിന്നു. രോമാവൃതമായ ഇരു കൈകളും അവളിലൂടെ ചുറ്റിക്കൊണ്ട് അവൻ അവൾക്ക് ചൂട് പകർന്നു. കാശിയും തുമ്പിയും ഒരുപോലെ ചുവന്നുപോയി. ഒരു പൂക്കൃഷി കഴിഞ്ഞ ശ്രീമൂലം കായലിൻ്റെ പാടശേഖരം തടാകം പോലെ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടപ്പുണ്ട്. ചെമ്പരത്തി ചെടികൾ അതിരിവിട്ട വേലികളുള്ള വീടുകളെല്ലാം അന്നേരവും കണ്ണിന് കാഴ്ച പകരുന്നുണ്ടായിരുന്നു. പകല് മാറി രാത്രി പരന്നു തുടങ്ങി. അന്നു മുഴുവൻ ഹൗസ് ബോട്ടിൽ ലാസ്യവതിയായി കിടക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ഇരുവരും. രാത്രിയുടെ കുളിരിൽ ഹൗസ് ബോട്ടിൻ്റെ പതുപതുത്ത മെത്തയിൽ അമരുമ്പോൾ തുമ്പിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ തനിക്ക് ഇരുവശവും കൈകൾ ഊന്നിക്കൊണ്ട് നിൽക്കുന്ന കാശിയുടെ കണ്ണുകൾ നിലാവെളിച്ചത്തിൽ ഓളം വെട്ടുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവനിൽ നിന്നും കനൽപ്പൂവുകൾ പോലെ ഒരു ചുംബനങ്ങൾ അവളിൽ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. അത് ഞെട്ടറ്റി വീഴുന്നിടമെല്ലാം അവൾക്ക് പൊള്ളി പിടയുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ആ പിടച്ചിൽ അവളിൽ ലഹരി നിറക്കുന്നുണ്ടായിരുന്നു. അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉയർന്നു പൊങ്ങി. സ്നേഹം പ്രണയമായും പ്രണയം കാമം കടലായും പരിണമിച്ചു. ആ രാത്രി അവനൊരു കൂടിച്ചേരലിനും ഉപരി ഒരു അർപ്പണമായിരുന്നു. അവളുടെ വിറക്കുന്ന അധരങ്ങളും വെളുത്ത മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകളും നീണ്ട മൂക്കും താമരമുട്ട് പോലെയുള്ള കണ്ണുകളും അവൻ്റെ വികാരം ആളിക്കത്തിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവനിൽ നിന്നും പ്രണയം തീക്കടൽ പോലെ തിളച്ചുയരുന്നത് തുമ്പി കണ്ടു. പ്രണയം രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും അവനിൽ അസുരനും ദേവനും ഒന്നിച്ചു പിറന്നു. പ്രണയം കൊണ്ട് അവൻ ദേവനായപ്പോൾ തന്നിൽ വീണലയുന്നവളുടെ വികാര വിക്ഷോഭങ്ങൾ അവനിൽ പലപ്പോഴും അടക്കി നിർത്തിയിരിക്കുന്ന അസുരഭാവങ്ങളെ തൊട്ടുണർത്തി. ആഴങ്ങളിൽ കാശി തൻ്റെ ഇണയെ തേടുമ്പോഴും പലപ്പോഴും അവളും ശാന്തസ്വരൂപിയായ ദേവിയും ജ്വലിച്ചുയരുന്ന കാളിയുമായി രൂപം മാറിക്കൊണ്ടിരുന്നു. കായൽക്കാറ്റിൻ്റെ നേർത്ത അതിർവരമ്പുകളല്ലാതെ ഇരുവർക്കും ഇടയിൽ മറ്റൊന്നും അന്നേരം തടസ്സം നിന്നിരുന്നില്ല. ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളും കുതിച്ചുയരുന്ന ശ്വാസവും ഉമിനീർ തുമ്പിൽ നിന്നും ഞെട്ടറ്റു വീഴുന്ന ചുംബനങ്ങളും ഇരുവരുടെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ നിർത്തിയിടത്ത് നിന്നും അവൾ തുടങ്ങിയും അവൾ തളരുന്നിടത്ത് നിന്ന് അവൻ ഊർജം പകർന്നു. ഒരു രാത്രി രാത്രിയുടെ ഏഴാം യാമങ്ങളിൽ പോലും അവർ പ്രണയിച്ച് കൊതി തീരാതെ പരസ്പരം അലയുകയായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനി ഏത് ടൈപ്പ് സ്റ്റോറി നിങ്ങൾക്ക് വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അപ്പോൾ താങ്ക് യു. വീണ്ടും ഒരു കഥയുമായി എത്ര എളുപ്പം വരുന്നതാണ്.